നമസ്കാരം. ശബരിമലയിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ തീർത്തും വ്യത്യസ്തമാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് ലഭിച്ചുകൊണ്ടുള്ളത്. ശ്രീ IG ശ്രീജിത്തിന്റെ കുറ്റബോധം, അതായത് അയ്യപ്പന് മുന്നിൽ തൊഴുതുകൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് ചിലപ്പോൾ താൻ ഇന്നിതുവരെ ചെയ്ത പോലീസ് ഓപ്പറേഷനുകളെക്കാളും ശബരിമലയിൽ നടന്ന പോലീസ് ഓപ്പറേഷൻ അദ്ദേഹത്തെ വളരെയധികം സങ്കടാവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ടാകാം. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം അയ്യപ്പന് മുന്നിൽ തൊഴുതത്, അയ്യപ്പന് മുന്നിൽ പൊട്ടിക്കരഞ്ഞത്. അതിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പല രീതിയിലുള്ള ആരോപണങ്ങളും അനുകൂലങ്ങളുമാണ് അദ്ദേഹത്തിനെ കടന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും സുപ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് IG ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ രഹന. അതായത് രഹന ഫാത്തിമയെ എങ്ങനെയെങ്കിലും മലചവിട്ടാൻ എത്തിക്കുക എന്നുള്ള പോലീസിന്റെ ശക്തമായ നീക്കത്തെ മാധ്യമങ്ങളും ഭക്തജനങ്ങളും കൂടി പൊളിച്ചെഴുതിയപ്പോൾ അവിടെ നിന്നും ലഭിച്ചത് ഭക്തരുടെ വിശ്വാസത്തിന്റെ യഥാർത്ഥ ശക്തി തന്നെയാണ് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് പോലീസ് കടക്കാനോ അല്ലെങ്കിൽ ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റാനോ പോലീസിന് സാധിച്ചിട്ടില്ല. നേരത്തെ നടപ്പന്തൽ വരെ, അതായത് നടപ്പന്തൽ വരെ രഹന ഫാത്തിമയും കൊണ്ട് പോലീസ് എത്തിയപ്പോൾ പോലീസിന്റെ നീക്കങ്ങളെ ചെറുത്തു നിന്നത് ഭക്തരാണ്. ചിലപ്പോൾ ഈ ഒരു അയ്യപ്പന് മുന്നിലുള്ള ഈ ഒരു തൊഴിൽ തീർച്ചയായും IG ശ്രീജിത്തിന്റെ ഒരു മാപ്പപേക്ഷിക്കലായിരിക്കാം. ഒന്നെങ്കിൽ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പുറത്ത് എന്നോട് മാപ്പ് തരണമെന്നുള്ള ഒരു കുറ്റസമ്മതമായിരിക്കാം. അല്ലെങ്കിൽ ഇന്ന് മാധ്യമങ്ങളെ അവിടെ നിന്ന് പൂർണ്ണമായും മാറ്റി, അതായത് 2-3 മാധ്യമങ്ങൾ മാത്രമായി അവിടെ നിൽക്കുമ്പോൾ ബാക്കിയുള്ള മാധ്യമങ്ങൾക്ക് രഹസ്യ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ ഒഴിഞ്ഞുപോയ ഒരു സാഹചര്യം അവിടെ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പൊട്ടിക്കരിച്ചൽ ഇന്ന് നടക്കാൻ പോകുന്ന പോലീസ് ഓപ്പറേഷന്റെ ഭാഗമായിട്ടെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്തായാലും ശബരിമലയിൽ ഇന്ന് നടക്കാൻ പോകുന്നത് കൃത്യമായ പദ്ധതിയോടുകൂടിയുള്ള, കൃത്യമായ വലിയ ഒരു പോലീസ് വിന്യാസത്തോടു കൂടിയ ഒരു വലിയ പദ്ധതി എന്ന് വേണം ഉറക്കെ പറയാൻ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.